അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറേ കാലമായില്ലേ നമ്മൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട്. അപ്പം ഇനി മുതൽ ഇവിടുന്ന് അങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ച് നോമ്പൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പോൾ എണീറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ എണീറ്റ് വന്നു. അത്താഴം കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ എണീറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി അടിച്ചൊരു തുടക്കാണ്ട്, പാത്രം മോറാണ്ട്, പാത്രം മോറി വെച്ചിക്കണ്. എന്നാലുണ്ട് ചെറുതായിട്ട് ഉപ്പാക്ക് ചായ ഒക്കെ കൊടുത്ത പാത്രങ്ങൾ മോറാണ്ട്, കുളിക്കാണ്ട്, അതൊക്കെ തന്നെ. ഉമ്മ ഉണ്ട് അവിടെ, ഞാൻ കാണിച്ചിട്ട്. എല്ലാവരും ഉമ്മാനെ കാണാൻ വേണ്ടി പോതിയ ചിനിയില്ല. നമ്മുടെ ചെമ്മീൻ നന്നാക്കുന്നുണ്ട്. ഇപ്പം അതവിടെ കെടുക്കുന്നുണ്ട്. കാണിച്ച ഇപ്പം അതവിടെ കെടുക്കണ്. ആള് നല്ല കെടുത്തത്തിലാട്ടെ. ഈ കെടുത്തം തന്നെ ഉള്ളു, ഫുൾ ടൈം കെടുത്തം തന്നെയാണ് ആള്. മോനെ അൽമാറ അടക്ക്. ഇതിൻ്റെ മൂത്ത മഹാന് അവനോട് ഞാൻ തലക്കാണി കവറൊക്കെ ഒന്നേട്ടാ തലക്കാണി മെടുന്ന് പറഞ്ഞപ്പോൾ ആളെന്ത് ചെയ്തേക്കണം, ഒന്നായിട്ട് കുത്തി മറിച്ചിന് ഇമ്മതാ ചെമ്മീൻ നന്നാക്കണു. ഒക്കെ തന്നെ കേട്ടോ. തിരുമ്പാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഞങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇനി തിരുമ്പണം. തിരുമ്പി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കണം. വലിയ പരിപാടിയൊന്നുമില്ല, വലിയ പണിയൊന്നുമില്ല. പിന്നെ ഉള്ളത് നമുക്ക് 4 മണിക്കാണല്ലോ പരിപാടികളൊക്കെ ഉണ്ടാവല്. അങ്ങനെ കുറേ കാലമായില്ല ഇങ്ങനെ സംസാരിച്ചിട്ട്. നമ്മൾ എത്ര ആയില്ല, 2 മാസത്തോളം ആയിട്ടുണ്ടാവും. പിന്നെ അധികം എല്ലാവരും ചോദിക്കലുണ്ട് ഉപ്പാൻ്റെ പാടെന്താ, ഉപ്പാക്ക് എന്താ പാട്, ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അങ്ങനെ ചോദിക്കലുണ്ട്. ഉപ്പാക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഉണ്ട് കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ശ്വാസം കിട്ടാതാവും, ഞങ്ങൾ കൊണ്ടും മണ്ടും അതൊക്കെ തന്നെ. ഇപ്പം അത് ശീലമായി തുടങ്ങിയിരിക്കണം. ഉപ്പാക്ക് വയ്യാതാവണതും ഇങ്ങനെ. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം അതെന്തോ ഒന്നൊരാടെ തന്നെ ഹോസ്പിറ്റലിൽ പോകുക, രാത്രിയാണ് അധികം ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പം അതിങ്ങനെ എന്താ വീഡിയോയിൽ പറയണ്ടെന്ന് കരുതി, അത്ര തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പം ഇന്നത്തെ വീഡിയോയിലെ നാവ് എന്തൊക്കെ ഇതായി പോണേ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ ചെറിയ വ്ളോഗും ഒക്കെ ആയിട്ട് ഇനി ഉണ്ടാവും കേട്ടോ. സ്കിറ്റ് നോമ്പിന് നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ എടുക്കും. എനിക്ക് തോന്നണില്ല പറ്റും എന്നുള്ളത്. പറ്റുകയാണെങ്കിൽ കഴിഞ്ഞ നോമ്പിനൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കൈ ഇങ്ങനെ വേദനയാണ്. ഈ നനച്ചുള്ളി പണി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വേദനയാണ്. കയ്യും മേലും കയ്യൊക്കെ എന്തോ ഒരു വേദനയാണെന്ന് അറിയോ. നീരിറക്കം പിടിച്ചിട്ടേ. അത് ഒന്നാമത് ഞങ്ങൾ 2 മരത്തിൻ്റെ അൽമാറുണ്ട്. ആ മരത്തിൻ്റെ അൽമാറ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ ഫുള്ള് സാധനങ്ങളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. ഒന്നിന് കണ്ണാടി പൊട്ടിയത്, ഒന്നിന് കണ്ണാടി ഉള്ളത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിട്ട് കൈയിൻ്റെ ഷോൾഡറൊക്കെ ഭയങ്കര വേദന. അപ്പം നമ്മളെന്താ അവിടെ പറഞ്ഞെടുത്തി. കഴിഞ്ഞ നോമ്പിന് വീഡിയോ എടുത്തിട്ടില്ല, സ്കിറ്റൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് പ്രാവശ്യം എന്താ പാടെന്ന് അറിയില്ല, നോക്കട്ടെ. എനിക്ക് തോന്നണില്ല പറ്റുന്നുള്ളത്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എടുക്കും. സംഭവം അപ്പം ചോദിക്കുക എന്തിനാണ് എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ജോലിയായി എൻ്റെ ഒരു ജോലിയായിട്ട് ഞാൻ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനല്ലേ, ഞാനൊരു ജോലിയായിട്ട് കാണുകയാണ് ഇതിനെ. അപ്പം അങ്ങനെ കേട്ടോ. അപ്പം ഇനി മുതൽ ഇവിടുന്ന് കുഞ്ഞു ഡൈമേ ലൈഫും ഒക്കെ ഉണ്ടാവും. ഇതുപോലെ തന്നെ ചടപട വർത്തമാനം പറച്ചിലൊക്കെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഈ നോമ്പിൻ്റെ പേരും പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കണം 3 എണ്ണത്തിന് കണ്ടിക്കണം നിങ്ങൾ. ഞാൻ ഫോണിട്ട് വരുന്നുണ്ടെന്നുണ്ടേക്ക് ഫുള്ള് ഉറക്കം. എന്താ ഉറക്കാന്നറിയാം. കണ്ടാ ഒരുത്തൻ്റെ മേത്ത് കൂടെ കിടന്നിട്ടാണ് ഉറങ്ങണത്. മറ്റോ പിന്നെ അറിഞ്ഞിട്ട് പോലും ഇല്ല. എവിടെടോ ഈ നോമ്പിനാണ്. പിന്നെ എൻ്റെ കിങ്ങിണി നോമ്പ് എടുത്തിട്ടോ. എൻ്റെ കിങ്ങിണി എന്താണ് 12 മണി വരെ അല്ലേ മോന്. അവൻ കുറച്ചൊക്കെ നോമ്പ് എടുത്തിട്ട് പിന്നെ ആള് പൈപ്പിൻ്റെ ചോട്ട് പോയിട്ട് വെള്ളം കുടിക്കുക. അപ്പം എനിക്ക് തോന്നി ആൾക്ക് പറ്റണില്ല എന്നുള്ളത്. അപ്പോൾ ആൾ ഇന്ന് വെള്ളം കുടിച്ചിട്ട് കേട്ടോ അര നോമ്പെടുത്തു. പിന്നെ ഇതിൻ്റെ ഏതാണ്ട് മുഖം കാണിച്ചു കൊടുക്ക് ചാമിട്ടിയ. ഇതിൻ്റെ മൂത്തച്ഛൻ്റെ മോനാണ് കേട്ടോ. ആരെ നോക്കടാ പൊന്ന്. ഇതാ ഒക്കെ ഇരുന്ന് ഫോണിൽ കളിക്കുക. ഇതെന്താണ് ഈ കാണുന്നത്? ഗെയിമല്ല, കാർട്ടൂണാട്ടോ. ഗെയിം കളിക്കാൻ ഇവിടെ അനുവദനീയമല്ല. ഇതിൻ്റെ ഇവിടെ ചീത്താറും ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ.
അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ദിവസങ്ങൾ. എൻ്റെ കൂടും എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരും കാണാൻ എന്തോ ഒരാഗ്രഹിക്കുന്ന എല്ലാവർക്കും. ആവൻ കമൻറ്റ് ബോക്സ് ഓഫ് ആവും. ഫ്രണ്ട്സ് ഓയ് ഞങ്ങളെ വീട്ടിലെ വലിയ ആചാരാണ് ചിരിച്ച്. ഇങ്ങോട്ട് പോരാടാ. ഇല്ലടാ ക്യാമറ അതാടാ ഫ്രണ്ട് ക്യാമറയാണ്. സത്യം 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 തന്നെടാ. വിശ്വാസമില്ല എനിക്ക്. ഇപ്പം നീച്ചിട്ടുള്ളൂ തോന്നില്ലേ. നോമ്പ് വെച്ചിട്ട് ഇങ്ങനെ കിടന്നിറങ്ങാൻ ഉമ്മ പോയാ ഉമ്മക്ക് എപ്പഴാ? ഉമ്മോടെ റിതുവാ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. ഫ്രണ്ട് ക്യാമറ ഓൻ അങ്ങനെ നോക്കുകയാണ്, ഓൻ എടുക്കണ്ടോ എന്നറിയാൻ. അപ്രതീക്ഷിതമായി ഓൻ എടുത്തതാണ്. നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു, അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തെ പണികൾട്ടാ. ഇപ്പം രാവിലെ എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഒന്നാമത് കുറച്ച് ആൾക്കാരുണ്ട്. അതിൻ്റെ ജനൽമത്തെ സാധനം കണ്ടിട്ട് ആരും ഞെട്ടണ്ട. ഇത് മോൻ്റെ മീൻതീറ്റയാണ്, ഇത് മോൻ്റെ കണ്ണടൻ്റെത്, ഇത് പിന്നെ ഇതിലും അവൻ്റെ മീൻതീറ്റ, ഇത് മീൻതീറ്റ, ഒക്കെ മീൻതീറ്റ തന്നെയാണ്. പിന്നെ ഒരു ട്രോഫി കേട്ടോ. അങ്ങനെ അപ്പോൾ കുറച്ച് നേരം വൈകിട്ട് എണീക്കാൻ തന്നെ നേരം വൈകിയിരുന്നു. രാവിലെ വിളിച്ചപ്പോൾ അവിടെ ഇന്നലായിരുന്നു നോമ്പ്. അപ്പോൾ കാരണം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലെ വിളിച്ചപ്പോൾ കുറച്ച് നേരം വൈകി വർത്താനം പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് നേരം പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ അതൊക്കെ തന്നെ. പിന്നെ ഇപ്പോൾ രാവിലെ തറവാട്ടുങ്ങൾക്ക് വിളിച്ച് അമ്മായിമ്മ വിളിച്ചിരുന്നു. അമ്മായിമാനോടും മേളച്ചിനോടും മൂത്തച്ഛനോടൊക്കെ ഒന്ന് കുറച്ച് കത്തിയടിച്ച്. അതില്ല ഞാൻ പിന്നെ ഉറക്കിട്ടില്ല. ദിവസം അങ്ങനെ തന്നെ കേട്ടാ. ഹരു വിളിച്ച് കുറച്ച് നേരം ഒന്ന് കത്തിയടിക്കും. ഇളച്ചിൻ്റെ കുട്ടീനായിട്ട് കുറച്ച് നേരം ഓളൊന്ന് കുറച്ച് നേരം ഫോണിൽ കൂടെ ഇരുന്നങ്ങാണ്ട് തിരിപ്പിക്കുക. അതൊക്കെ തന്നെ. അങ്ങനെ ഇനിയിപ്പോൾ വൈകുന്നേരം നമ്മളെ സാധാ പരിപാടി തുടങ്ങണം, കലാപരിപാടി. ഇത് വ്ളോഗ് എന്ന് പറയാൻ പറ്റൂല, എന്നാൽ ചെറിയൊരു എൻ്റെ കശപിശ വർത്താനം. പിന്നെ ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും കമൻറ്റിൽ ചോദിക്കും എന്തപ്പാൻ്റെതൊന്നും അങ്ങനെ കൂടുതൽ അറിയിക്കാത്തത്, അന്നത്തെ വീഡിയോന് ശേഷം ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളത് കേട്ടോ. സംഭവം ഒന്നുമല്ല. ഒന്നാമത് ഇപ്പാക്ക് ഇപ്പോൾ ഒന്നൊരാട് അസുഖമാണ്. ഇപ്പോൾ ഞങ്ങൾ എന്നൊന്നും പറയാം, ഒന്നരാടെന്നല്ല, എന്നും അസുഖം തന്നെ. ഇപ്പം ഞാനും ഉമ്മി ഡയാലിസിസ് കഴിയുമ്പോൾ ഇപ്പാക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പാക്ക് ഈ അസുഖം തന്നെ. ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പ്രഷർ പറ്റ കുറയും, ശ്വാസം കിട്ടാതാവും. ഇപ്പോൾ 2-3 പ്രാവശ്യം ഞങ്ങൾ രാത്രി 12 മണിക്ക് ഈ ഒരു കൊണ്ടുമണ്ടൽ തന്നെയായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ അസുഖമാണ് എന്നങ്ങാണ്ട് എന്നും വീഡിയോ ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ സ്കിറ്റുമ്മക്ക് അവിടെ നിന്നത് കേട്ടോ. സ്കിറ്റുമ്മക്ക് നിൽക്കാൻ കാരണം നമുക്ക് സ്കിറ്റ് എടുക്കുമ്പോൾ പിന്നെയും വ്യൂസ് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഡൈമ ലൈഫ് ഇതൊക്കെ എടുക്കുമ്പോൾ എനിക്കങ്ങനെ വ്യൂസ് കിട്ടലില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അങ്ങനെ വ്യൂസ് കുറവാണ്. പക്ഷെ എനിക്ക് സ്കിറ്റ് എടുത്താൽ വ്യൂസ് ഉണ്ടാവും. വ്യൂസ് കിട്ടുമ്പോൾ അതിമന്ന് നമുക്ക് ഒരു $2-3 കിട്ടിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാമല്ലോ. കാരണം അത്യാവശ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ എന്താണ് അവസ്ഥ, ഏതാണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അങ്ങനെ കേട്ടോ. ഇപ്പോൾ ഉപ്പാക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇന്നും ഇന്നലെ ഒന്നും ഡയാലിസിസ് ഉണ്ടായിട്ടില്ല. ഇനി നാളെ ഉണ്ട് ഡയാലിസിസ്. പിന്നെ ആൾക്ക് 5 മണിക്കൂറാക്കിയിരുന്നു ഡയാലിസിസ്. അത് പിന്നെ 4 മണിക്കൂറാക്കി. ആൾക്ക് താങ്ങണില്ല. പിന്നെ 4 മണിക്കൂറാക്കി. പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്തോ ഒരു ഗുളിക കൊടുത്ത്. പിന്നെ ആദ്യം ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പം നോമ്പെടുത്തിട്ട് ഇപ്പം ചായ കുടിച്ച പാത്രങ്ങൾ അവിടെ കഴുകാണ്ട് എന്ന് പറയുമ്പോൾ ചിന്തിക്കും പലരും എന്തപ്പാ നോമ്പെടുത്തൂടെ എന്നുള്ളത്. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എൻ്റെ ഉപ്പാക്ക് അസുഖമാണ്, ഉപ്പാക്ക് ഡയാലിസിസ് ചെയ്യേണ്ട, നോമ്പെടുക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെ പിന്നെ പിള്ളേരൊക്കെ അതാ റൂമിൽ കിടക്കുന്നുണ്ട്. എല്ലാവരും ഹൾട്ടായിട്ടുണ്ട് നോമ്പിൻ്റെ ക്ഷീണം കൊണ്ട്. ചെറിയ ആൾ എടുത്തിട്ടില്ല കേട്ടോ. ചെറിയ ആൾ എടുത്ത് 12 മണി വരെ ഞാൻ അടുപ്പിച്ച്. അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇങ്ങനെ മുഖം കഴുകുക, ചായ ഒരു ക്ഷീണം കേടൊക്കെ. 8 വയസ്സല്ലായിട്ടുള്ളൂ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ചായ കൊടുത്ത് ഈ കുടിച്ച് വന്നിട്ടുണ്ട്. പറ്റൂല ആൾക്ക്, കാരണം അമ്മട്ടം വെയിലുമാണ് ഇനി നമ്മൾ പുറത്ത്. അങ്ങനെ കേട്ടോ. പിന്നെ ഇപ്പം അവിടെ കിടക്കുന്നുണ്ട്, ഉമ്മ അവിടെ കിടക്കുന്നുണ്ട്, എല്ലാവരും കിടത്തുന്നതന്നെ. ഇനിയിപ്പോൾ 4 മണിക്കാണല്ലോ നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതും എത്രത്തോളം
ഓടുന്നു എനിക്കറിയില്ല, എത്ര രസമുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് എന്താണെന്നറിയോ, എഡിറ്റും കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു കാര്യമാട്ടോ. കാരണം സ്കിറ്റിൻ്റെ മാതിരിക്കല്ല, സ്കിറ്റ് നമുക്ക് എഡിറ്റും കാര്യങ്ങളും ചെയ്യണം. പിന്നെ ഇത് നമ്മൾ വോയിസ് കൊടുത്തുങ്ങാണ്ടൊരു വീഡിയോ എടുക്കുമ്പോൾ ഇതിനും വല്ലാതെ അങ്ങോട്ട് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു സമാധാനമാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇന്നത്തെ ദിവസം ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.